ഒരാൾക്ക് മുസ്ലിമാകാൻ അയാൾ ചെയ്യേണ്ടത് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. നമ്മളെ മദ്രസയിൽ നിന്ന് പഠിച്ച അർത്ഥമാണ് അശ്ഹദു. ഞാൻ ഖൽബ് കൊണ്ടുറപ്പിച്ച് നാവുകൊണ്ട് വ്യക്തമാക്കി പറയും. മനസ്സിന്റെ ഉള്ളിൽ വിശ്വസിച്ചിട്ട് നാവുകൊണ്ട് പറയുകയാണ് അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആരാധകർക്ക് അല്ലാഹു അല്ലാത്തതില്ല, അല്ലാഹു അല്ലാതെ ആരാധകർക്ക് അർഹനില്ല. അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഞാൻ ഖൽബ് കൊണ്ടുറപ്പിച്ച് വിശ്വസിച്ച് നാവ് കൊണ്ട് വ്യക്തമാക്കി പറയുന്നു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ ദൂതനാണ്. ഞാൻ പറഞ്ഞത് ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ ഷഹാദത്ത് കലിമയുടെ സപ്പോർട്ട് വേണമെങ്കിൽ ആ ഷഹാദത്ത് കലിമ എന്ന് പറയുന്നത് ഈ പറഞ്ഞ വിഷയങ്ങൾ അയാളെ കൽബിൽ വിശ്വസിച്ചിട്ട് സ്വമേധയാ പറഞ്ഞാലേ അയാൾ മുസ്ലിമാകുള്ളൂ. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൽ തീവ്രവാദം ഇല്ലെന്ന് മാത്രമല്ല നടക്കൂല. ഇസ്ലാമിൽ തീവ്രവാദമില്ല, ഭീകരവാദമില്ല എന്ന് മാത്രമല്ല നടക്കൂല. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ശ്രീലങ്കയിൽ ഈസ്റ്ററിന്റെ ദിവസത്തിൽ വളരെ മൃഗീയമായ നിലക്ക് അവിടെയുള്ള ക്രിസ്ത്യാനികളായ വിശ്വാസികളെ അല്ലെങ്കിൽ അവിടെയുള്ള ജനങ്ങളെ വളരെ അപായപ്പെടുത്തുന്ന നിലക്ക്, വളരെ പ്രയാസപ്പെടുത്തുന്ന നിലക്ക് ആക്രമണങ്ങളുണ്ടായി. നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തിയിൽ 140-ലേറെ പട്ടാളക്കാരെ നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെടുന്ന ചാവേറാക്രമണങ്ങളുണ്ടായി. അതുപോലെ പല നാടുകളിലും ന്യൂസിലാൻഡിൽ മുസ്ലിം പള്ളിയിൽ ജുമാ നിസ്കരിക്കുന്ന സമയത്ത് തോക്കുധാരികളായ തീവ്രവാദികൾ കടന്നു വന്ന് നിഷ്ഠൂരമായി വെടിവെച്ചു കൊല്ലുന്ന സംഭവങ്ങളുണ്ടായി. ഞാൻ പറയട്ടെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ ശരിയായി പഠിക്കുന്ന ഒരാൾക്ക്, ഇസ്ലാമിന്റെ വിഷയത്തെക്കുറിച്ച് ബോധ്യപ്പെടുന്ന ഒരാൾക്ക് ഇത് മനസ്സിലാക്കാൻ എളുപ്പമാണ്. ഇസ്ലാം തീവ്രവാദവും ഒരിക്കലും യോജിക്കൂല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമാധാനം, തീവ്രവാദം എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റാണ്. ഇസ്ലാമിക തീവ്രവാദം എന്ന് പറഞ്ഞാൽ സമാധാനപരമായ തീവ്രവാദം. അതൊരു യോജിക്കാത്ത കൂട്ടിച്ചേർക്കലാണ്, അതൊരിക്കലും യോജിക്കൂല. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞതെന്നറിയോ, നമ്മുടെ നാട്ടിൽ ശാന്തസുന്ദരമായ കടലോരത്ത് നല്ല തണുത്ത കാറ്റടിച്ച് വീശുന്ന ഈ നാട്ടിൽ മുസ്ലിമീങ്ങളുണ്ട്. ചിലപ്പോ മറ്റു വിശ്വാസികൾ, ക്രിസ്ത്യാനികൾ ഉണ്ടാകും, ഹിന്ദുക്കൾ ഉണ്ടാകും. നമ്മുടെ നാട്ടിൽ ഇത് സ്വമേധയാ സന്തോഷത്തോടെ ഇടകലർന്ന് ജീവിക്കുന്ന നല്ല നാടാണ്. നാട്ടിലുള്ള മതമൈത്രിയും സൗഹാർദ്ദവും അല്ലാഹു നിലനിർത്തി തരട്ടെ. ഒരു ഉദാഹരണം പറയാം. കുറച്ച് ചെറുപ്പക്കാർ കൂടിയിട്ട് ഒരു ഹിന്ദുവിന്റെ തോളത്ത് അല്ലെങ്കിൽ കഴുത്തിന് കത്തിവെച്ചിട്ട് ഒരു ക്രിസ്ത്യാനിയുടെ കഴുത്തിന് തോക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞ് ഇപ്പൊ മുസ്ലിമാണ് ഇല്ല എന്നെ കൊല്ലുന്നു. അങ്ങനെ സംഭവിക്കില്ല. പറയാൻ ഒരു ഉദാഹരണം പറയാൻ. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ ഈ തോക്ക് പേടിച്ചിട്ട് പറഞ്ഞു അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു എന്ന് കൂട്ടുക. ഞാൻ മുസ്ലിമാകുന്നു എന്ന് അയാൾ പറഞ്ഞാൽ ആ പറഞ്ഞയാൾ ജോസഫ് എന്ന് കുഞ്ഞിരാമൻ അയാൾ മുസ്ലിമാകൂല. കാരണം അയാളെ കൽബിൽ വിശ്വസിച്ചിട്ട് പറഞ്ഞില്ല, അയാൾ പേടിച്ചിട്ട് പറഞ്ഞതാ. അയാൾ ഇസ്ലാമാകൂല, അയാൾ മുസ്ലിമാകൂല എന്നു മാത്രമല്ല, പിന്നെ പണ്ഡിത ലോകത്തുള്ള ചർച്ച ഈ നാട്ടിൽ കുഴപ്പമുണ്ടാക്കാൻ കത്തിയെടുത്തിറങ്ങിയ ഇവൻ ഇസ്ലാമിൽ ഉണ്ടാവൂല്ലേ എന്നുള്ളതാ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, തീവ്രവാദത്തിലേക്ക് ക്ഷണിക്കുന്നവൻ, ഭീകരവാദിയായി കൊല ചെയ്യപ്പെടുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. സഹോദരങ്ങളെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ചേർത്ത് പറയുന്ന സൈന്യങ്ങളുണ്ട്. നിങ്ങൾ നോക്ക്, പട്ടാളക്കാരെ കൊല ചെയ്യപ്പെട്ടപ്പോ, അവരെ പിടിക്കപ്പെട്ടപ്പോ അതിന്റെ പ്രതികളെ കുറിച്ചിട്ട് ആളുകൾ പറഞ്ഞത്, അല്ലെങ്കിൽ ചില ആളുകൾ ഏറ്റെടുത്തത് ജയ്ഷെ മുഹമ്മദ്. എന്താ അതിന്റെ അർത്ഥം? മുഹമ്മദിന്റെ സൈന്യം. സുബ്ഹാനല്ലാഹ്, ഏത് മുഹമ്മദിന്റെ സൈന്യം? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അങ്ങനെ ഒരു സൈന്യമില്ല. ഹബീബായ തങ്ങൾക്കൊരു സൈന്യം ഉണ്ടായിരുന്നു. ആ സൈന്യത്തിന്റെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ആ സൈന്യത്തിന്റെ സൈന്യാധിപനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തെ ഏറ്റവും വലിയ കാരുണ്യവും സഹിഷ്ണുതയും കാണിച്ച നേതൃത്വവുമായിരുന്നു. നോക്കൂ നിങ്ങൾ, 53 വർഷം ജനിച്ച് ജീവിച്ച നാട്ടിൽ നിന്ന് ആട്ടി ഓടിച്ച ഒരു തെമ്മാടികളെ അവർ ചെയ്ത തെമ്മാടിത്തത്തിന് പ്രതികാരം ചെയ്യാൻ തന്നെ ആട്ടി ഓടിച്ച നാട്ടിലേക്ക് 10,000 പട്ടാളക്കാരുമായി മാർച്ച് നടത്തിയ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കം ഫത്ഹിന് മദീനയിൽ നിന്ന് പട്ടാളക്കാരോടൊപ്പം മക്കയിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത്
നല്ല സ്റ്റെപ്പ് ഒപ്പിച്ചിട്ട് സ്വഹാബികൾ അങ്ങനെ നടന്നു പോകുമ്പോ ഹബീബായ തങ്ങളാകുന്ന പട്ടാള കമാൻഡർ ഒരു വാക്ക് നിൽക്കവിടെ. സ്വഹാബികളെല്ലാവരും പിടിച്ചു കെട്ടിയതുപോലെ നിന്നു. 10,000 പട്ടാളക്കാര് നിന്നു. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവർ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, എന്തിനാ നബിയെ നിൽക്കാൻ പറഞ്ഞത്? എന്തിനാ നബിയെ നിൽക്കാൻ പറഞ്ഞത്? ഹബീബായ തങ്ങൾ കാണിച്ചു കൊടുക്കാണ് സ്വഹാബികളെ, അവിടെ അതാ ഒരു നായ അതിന്റെ കുട്ടിക്ക് മുല കൊടുക്കുകയാണ്. പ്രസവിക്കപ്പെട്ട ഉടനെയുള്ള നായ, പ്രസവിച്ച ഉടനെയുള്ള നായ അതിന്റെ കുട്ടിക്ക് മുല കൊടുക്കുകയാണ്. അമ്മയുടെ പരിലാളന ആവശ്യമുള്ള കുട്ടി. ഇപ്പോൾ ഈ 10,000 പട്ടാളക്കാര് നമ്മൾ നടന്നു തീരുമ്പോഴേക്ക് ഈ അമ്മ പേടിച്ചിട്ട് ഓടിപ്പോയാൽ പിന്നെ ചിലപ്പോ തിരിച്ചു വരാൻ സാധ്യതയില്ലാത്ത കുട്ടിയുടെ ജീവൻ നഷ്ടത്തിലായി പോകും. ഏത് നായ? തൊട്ടാൽ 7 പ്രാവശ്യം കഴുകണമെന്ന് തന്റെ നുബുവത്തിന്റെ നാവുകൊണ്ട് തന്നെ പഠിപ്പിച്ച നായ. ആ നായ അതിന്റെ കുട്ടിക്ക് മുല കൊടുക്കട്ടെ, നമുക്ക് മറ്റു വഴി തേടി പോകാം. ചെറിയ നായ അതിന്റെ കുട്ടിക്ക് മുല കൊടുക്കാൻ തന്റെ പിന്നിൽ വരുന്ന 10,000 പട്ടാളക്കാരുടെ റൂട്ട് മാറ്റിപ്പിടിച്ച മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സൈന്യമാണ്. ആ സൈന്യമാണ് ജയ്ഷെ മുഹമ്മദ്. അല്ലാതെ തീവ്രവാദികൾ ഉണ്ടാക്കിയ സംഘടനയല്ല സഹോദരങ്ങളെ ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഈ ജയ്ഷെ മുഹമ്മദ് എന്നൊക്കെ പറയുന്നത് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആദർശം ആശയവും പഠിപ്പിക്കുന്നവരും പ്രചരിപ്പിക്കുന്നവരുമല്ല. സലഫി ധാരയിലൂടെ തീവ്രവാദ ചിന്തകളിലൂടെ കടന്നു വന്ന ആളുകളിൽ നിന്നാണ് ഇത്തരം മൃഗീയമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ സംഭവിക്കുന്നത്. അള്ളാഹു നമ്മുടെ ഉമ്മത്തിനെ രക്ഷപ്പെടുത്തട്ടെ.